ഡാൻസർ സംഘം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിനാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് ലഹരിയുമായാണ് എന്നൊരു സംശയം പോലീസ് സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ തേടിയുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കായുള്ള ഒരു അന്വേഷണം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടക്കുക തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ പിടികൂടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അന്വേഷണം അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നേരത്തെ സജിതാ മഠത്തിലടക്കം വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സിനിമയുടെ സെറ്റിൽ ഒരു IC ഉണ്ടായിരുന്നു, 4 അംഗ സമിതിയായിരുന്നു. ആ സിനിമയിലെ ഹെയർ സ്റ്റൈലിസ്റ്റ്, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ, മറ്റൊരു അസിസ്റ്റന്റ്, അതോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ളൊരു അഭിഭാഷകർ, അങ്ങനെ 4 പേരുടെ ഒരു IC ആയിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതാരാണ്, എന്താണ് എന്നത് പോലും വിൻസിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ അത്രയും രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു IC ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഇത്തരം പരാതികൾ ഉയരുമ്പോൾ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നതും ഈ നടിമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. അക്കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. IC രൂപീകരിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരും സിനിമാ സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുണ്ട് എന്നവർ അഭിമാനത്തോടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആരാണ്, എന്താണ്, അവരാരൊക്കെയാണ്, അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്താണ്, ഈ കാര്യങ്ങളൊന്നും ഈ സെറ്റുകളിൽ ഉള്ളവർക്ക് പോലും അറിയുന്നില്ല. അതാണ് വലിയ വെല്ലുവിളി അവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം പോലും ICയിലെ മറ്റു അംഗങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് സാധ്യമായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിൻസിക്ക് പോലും അവരാരാണ്, അവരുടെ നമ്പർ എന്താണ് എന്നത് അറിയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ സംഭവത്തിൽ അമ്മ സംഘടന തുടർ നടപടിയുമായി നീങ്ങിയിട്ടുണ്ട്. 3 അംഗ സമിതിയാണ് ഈ വിഷയം അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുള്ളത്. വിനു മോഹൻ, അതോടൊപ്പം തന്നെ സരയു, അൻസിബായ്, 3 പേരാണ് രൂപീകരിച്ചിരിക്കുന്നത്. വിൻസിയുടെ പരാതി ഇന്നലെ തന്നെ സംഘടന കേട്ടിരുന്നു. ഇന്ന് രാവിലെ രേഖാമൂലം വിൻസി പരാതി നൽകിയിരുന്നു.